ഇന്നൊരു ജെല്ലി പുഡിംഗ് ആണ് ഇന്നത്തെ റെസിപ്പി. അതിനാവശ്യമായിട്ട് വേണ്ടത് അഗാർ അഗാർ തന്നെയാണ് ചൈന ഗ്രാസും. അതുപോലെ തന്നെ പല ഫ്ലേവറിലുള്ള ജെല്ലി പൗഡർ നമ്മൾക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും, അത് വാങ്ങിക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറി ഫ്ലേവർ, മാംഗോ ഫ്ലേവർ, ഓറഞ്ച് ഫ്ലേവറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ യൂസ് ചെയ്യാം. പറഞ്ഞിരിക്കുന്ന അളവിൽ ജെലാറ്റിൻ്റെ ആ പൗഡർ ഗ്ലാസ്സിലേക്ക് എടുക്കുക. അതിലേക്ക് ചൂടുവെള്ളം ആഡ് ചെയ്യുക. പറഞ്ഞിരിക്കുന്ന അളവ് തന്നെ ആഡ് ചെയ്യണം വെള്ളം. അതുപോലെ തണുത്ത വെള്ളവും ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. അതിനുശേഷം ഇതുപോലൊരു ട്രേ എടുത്തിട്ട് അതിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് ഒഴിച്ച് വെക്കേണ്ടതാണ്. എന്നിട്ട് ഒരു ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ ഒന്ന് സെറ്റ് ആകാനായിട്ട് വെക്കുക. അതിനുശേഷം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി പറഞ്ഞിരിക്കുന്ന അളവിൽ പാലെടുക്കുക. നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യുക. അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യുക. ഷുഗറിന് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അന്നേരം ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടുന്നതാണ്. കോൺ സ്റ്റാർച്ച് കുറച്ച് പാലിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വാനില പൗഡർ വേണം. വാനില എസൻസ് യൂസ് ചെയ്താലും മതിയാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ യൂസ് ചെയ്യാം. ഇനി കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കുക. ആ തിളച്ച് വരുന്ന പാലിലേക്ക് ആ കോൺഫ്ലോർ മിക്സ് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. ചെറിയ തീയിലായിരിക്കണം. നന്നായിട്ട് ഇളക്കുകയും ചെയ്യണം. ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല, തിക്കായി പോവും. ഇതേ പരുവത്തിൽ എത്തുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കുക. അതിലേക്ക് കുറച്ച് കളർലെസ് ആയിട്ടുള്ള ജെലാറ്റിൻ ഞാൻ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് അതിലേക്ക് ആഡ് ചെയ്യണം. നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷം ഒരു കേക്ക് ടിൻ എടുത്തതിന് ശേഷം നന്നായിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കുക. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ജെല്ലി അതിലേക്ക് ആഡ് ചെയ്യുക. അതിന് ശേഷം ആ കോൺ സ്റ്റാർച്ചിൻ്റെ ആ മിക്സ് അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ.